ഹായ്, വെൽക്കം ടു പ്രപ്സ്കെ. HST എക്സാമിന്റെ ഡേറ്റുകൾ വന്നു. HST എക്സാമിന് ഇനി നമുക്ക് ഏകദേശം ഒരു 60 ദിവസത്തെ പരിധിയേ ഉള്ളൂ. 60 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ സിലബസ് പൂർണ്ണമായും പഠിച്ചു തീർക്കണം. പൂർണ്ണമായും നമുക്ക് അതിലെ കാര്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ, എക്സാമുകൾ കഴിയുന്നിടത്തോളം എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ ലിസ്റ്റിൽ സ്ഥാനം പിടിക്കാനും നമ്മുടെ സ്വപ്ന ഉദ്യോഗം നേടിയെടുക്കാനും സാധിക്കും. ഈ HSTയുടെ ക്രാഷ് ബാച്ചിന്റെ കാര്യവുമായിട്ട് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ക്രാഷ് ബാച്ച് വളരെ വേഗം അഡ്മിഷൻ ക്ലോസ് ചെയ്തു. അങ്ങനെ ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ധാരാളം എൻക്വയറികൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് HSTയുടെ നമ്മളൊരു പുതിയ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത്. ഈ പുതിയ ക്രാഷ് ബാച്ച് കഴിഞ്ഞ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഓരോ ബാച്ചിലും ലിമിറ്റഡ് നമ്പർ മാത്രമേ നമ്മൾ ഉദ്യോഗാർത്ഥികളെ അതിൽ എന്ത് ചെയ്യാറുള്ളൂ, ഉൾപ്പെടുത്താറുള്ളൂ എന്നുള്ള കാര്യം. അപ്പോ ഈ HST എക്സാമിന് ഇനി 60 ദിവസമാണെന്ന് പറയുമ്പോൾ ആ ഡേറ്റുകൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മലയാളം ഓഗസ്റ്റ് 1, നാച്ചുറൽ സയൻസ് ഓഗസ്റ്റ് 4, ഫിസിക്കൽ സയൻസ് ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 7 ഹിന്ദി, മാത്സ് ആണെങ്കിൽ ഓഗസ്റ്റ് 8, ഇംഗ്ലീഷ് ഓഗസ്റ്റ് 20. ഇതാണ് നമ്മുടെ നിലവിൽ വന്നിട്ടുള്ള എക്സാമിന്റെ ഡേറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ മുന്നിൽ ഏകദേശം ഇപ്പൊ ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 20 ദിവസം കൂടി കൂടുതൽ കിട്ടും എന്ന് കണക്ക് കൂട്ടാം. ബാക്കി എല്ലാവർക്കും നമുക്കറിയാമല്ലോ എത്രയുണ്ട്, ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ 60, 62, 65 ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സിലബസ് പഠിച്ചു തീർക്കാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. സാധിക്കും എന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ സാധിക്കുമെന്ന് നമുക്ക് പറയാം. എങ്ങനെ സാധിക്കും? കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കൃത്യമായിട്ട് ടൈം ടേബിൾ ബേസ് ചെയ്ത് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സമയം കൊണ്ട് ഇത് പഠിച്ചെടുക്കാൻ എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ, പക്ഷേ ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ ദിവസവും നിങ്ങൾ അത്യാവശ്യം നന്നായി സമയം ചെലവഴിക്കേണ്ടി വരും. 4 മണിക്കൂർ to 6 മണിക്കൂർ ഏകദേശം പഠിക്കേണ്ട കാര്യങ്ങളിലേക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ ക്രാഷ് ബാച്ച് തന്നെ ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അത്രത്തോളം സമയം എന്തിന് സാധിക്കില്ല, നമുക്ക് നീക്കി വെക്കാൻ സാധിക്കില്ല, ജോലിയുണ്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുണ്ട്, സ്വാഭാവികമായിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എക്സാം ഓൺലി ബാച്ച് പ്രിഫർ ചെയ്യുക. നിങ്ങൾക്ക് ധാരാളം എക്സാമുകൾ എഴുതി അതിൽ നിന്നുള്ള അനുഭവ സമ്പത്തോടു കൂടി നിങ്ങൾക്ക് പരീക്ഷയെ നേരിടാം. അപ്പൊ ഈ 60 ഡേയ്സ് ക്രാഷ് ബാച്ചിന്റെ കാര്യം, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, അതുപോലെ ആദ്യം തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് 60 ഡേയ്സ് ലേണിംഗ് സ്ട്രാറ്റജി. 60 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ പാർട്ട് എയും പാർട്ട് ബിയും പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കി. ആ സ്റ്റഡി പ്ലാനിൽ ഓരോ ദിവസവും നമ്മൾ ആ സ്റ്റഡി പ്ലാനിൽ പറയുന്ന വിഷയങ്ങൾ പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തി. ആ പഠിച്ച കാര്യങ്ങൾ അന്നേ ദിവസം തന്നെയുള്ള ടോപ്പിക് എക്സാമിലൂടെ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇങ്ങനെയാണ്. ഒരു ദിവസം പറഞ്ഞു, ആ ദിവസം ഇന്ന വിഷയമാണ്, മീൻസ് ഇന്ന ഭാഗമാണ് പഠിക്കേണ്ടത്, ഇന്ന മൊഡ്യൂളിലെ ഇന്ന ഭാഗങ്ങളാണ്, ഇന്ന ടോപ്പിക്കാണെന്ന് പറയുന്നു. ആ ടോപ്പിക്കിന്റെ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ നമ്മുടെ ആപ്പിൽ കാണുന്നു. അതിനുശേഷം അന്ന് വൈകുന്നേരം 6 മണിക്ക് നമ്മൾ ആ ടോപ്പിക് വൈസ് എക്സാം എഴുതുന്നു. അതോടുകൂടി ആ ഭാഗം നമുക്ക് ഓർമ്മയിൽ വരുന്നു. ഇനി ഓർക്കുക, ഈ നിങ്ങളുടെ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് PDF നോട്ടുകൾ ലഭിക്കും. നിങ്ങൾക്ക് ആ PDF നോട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കുകയോ നിങ്ങൾക്ക് ക്ലാസ്സിനോടൊപ്പം അത് കണ്ടുപഠിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ, കൂടുതൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഡെയിലി ടോപ്പിക് വൈസ് എക്സാം കഴിഞ്ഞു ഓരോ ആഴ്ചയും എന്തുണ്ടാവും, വീക്കിലി റിവിഷൻ എക്സാമുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഓരോ ആഴ്ചയും പഠിച്ച കാര്യങ്ങൾ ആവർത്തിച്ചു പഠിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം കുറഞ്ഞത് 20 മോഡൽ എക്സാമുകൾ നിങ്ങൾ എഴുതിയിരിക്കും. 20 മോഡൽ എക്സാം എന്ന് പറയുമ്പോൾ ഓർക്കണം, നിങ്ങൾ 2000 ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെടുകയാണ്. ആ 2000 ചോദ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനും കാരണമാകുന്നു. അങ്ങനെ 20 മോഡൽ എക്സാം, പ്രീവിയസ് എക്സാമുകളെല്ലാം ഇതിലുണ്ടായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, മോട്ടിവേഷൻ സെഷൻ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള ഒരു 60 ഡേയ്സ് ക്രാഷ് ബാച്ചാണ് നമുക്കുള്ളത്. ഇതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിവുണ്ട് എത്രയാ, കുറച്ച് കൂടുതൽ സമയം, അതായത് ഏകദേശം ഒരു 4 to 6 മണിക്കൂറോളം നമുക്ക് ചെലവഴിക്കേണ്ടിയൊക്കെ വരാം. ഏകദേശം അത്രയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭാഗം കവർ ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്കറിയാം, വലിയ സിലബസാ. ഇനി അത്രത്തോളം ഇല്ലെങ്കിൽ നിങ്ങൾ എക്സാം ഓൺലി ബാച്ച് പ്രിഫർ ചെയ്യുക. എക്സാം ഓൺലി ബാച്ച് എന്ന് പറയുമ്പോഴും ഇതുപോലെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എന്താണ് എക്സാം, ഏത് ടോപ്പിക്കാണ് എക്സാം എന്ന് മുൻകൂട്ടി അറിയിക്കും.
ഈ മുൻകൂട്ടിയുള്ള ഈ ടൈം ടേബിൾ പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. വീഡിയോ ക്ലാസ് ഉണ്ടായിരിക്കില്ല. ആ പഠിച്ച ഭാഗം വെച്ച് നിങ്ങൾ അന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ടോപ്പിക് എക്സാം എഴുതുക. ഈ ടോപ്പിക് എക്സാം എഴുതിയതിന് ശേഷം അതിന്റെ മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എവിടെയാണ്. ഓരോ എക്സാമിന് ശേഷം, അതിപ്പോ ക്രാഷ് ബാച്ച് ആണെങ്കിലും ശരി, അതുപോലെ എക്സാം ഓൺലി ബാച്ച് ആണെങ്കിലും ശരി, ഇതിന് ഓൾ കേരള റാങ്ക് ലിസ്റ്റ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഓരോ ജില്ലയിലുള്ള മൊത്തം കേരളത്തിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളൊപ്പവുമാണ് നിങ്ങൾ ഈ മത്സരിച്ചത് എഴുതുന്നത് എന്ന് ഓർക്കുക. അപ്പൊ എക്സാം ഉള്ളി ബാച്ചിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, ടോപ്പിക് എക്സാം ഉണ്ടാവും, അതുപോലെ റിവിഷൻ എക്സാമുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഈ പറഞ്ഞ പോലെ തന്നെ 20 മോഡൽ എക്സാമുകൾ ഉണ്ടാവും, അതുപോലെ പ്രീവിയസ് ഇയർ എക്സാമുകൾ ഉണ്ടാവും. അപ്പൊ ഇതിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളോ ലൈവുകളോ PDF നോട്ടുകളോ ഉണ്ടായിരിക്കില്ല എന്നതാണ് വ്യത്യാസം. അപ്പോൾ സമയം നിങ്ങൾക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ഈ ക്രാഷ് ബാച്ച് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ക്രാഷ് ബാച്ചിന് 1699 രൂപയും എക്സാം ഓൺലി ബാച്ചിന് 799 രൂപയുമാണ് ഇപ്പോൾ ഓഫർ. നമ്മുടെ കഴിഞ്ഞ ബാച്ചിനും ഇതേ ഓഫറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാച്ച് വളരെ വേഗം ഫില്ലായി. അപ്പോൾ പുതിയ ബാച്ച് നമ്മൾ 1/6/2025 ആരംഭിക്കുന്നത്. അപ്പൊ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇനി ഒരു ക്രാഷ് ബാച്ചിനുള്ള സമയം നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കില്ല. 60 ദിവസം നമുക്കെങ്കിലും വേണം. ഇനി ഒരു ക്രാഷ് ബാച്ചിനുള്ള സമയം കിട്ടില്ല എന്ന ധാരണയോടെ ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തി നന്നായി പഠിച്ചിട്ട് വേണം എക്സാമിനെ സമീപിക്കാൻ. ഓക്കെ, താങ്ക് യു.